ഹായ് നമസ്കാരം. ലോകേട്ടനാണ്. നല്ല മഴക്കാലമൊക്കെ തുടങ്ങിയല്ലേ. മഴ തുടങ്ങിയതിന് ശേഷം കുറേ പേരായിട്ട് ചോദിക്കുന്നു നമ്മുടെ ഇവിടെ എന്താണ് അവസ്ഥ, കടലെങ്ങനെയുണ്ട്, കടൽ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ശരിക്കും മിനിഞ്ഞാന്നാണ് കളമശ്ശേരിയിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്തത്. ഇന്നലെ തൃശ്ശൂരും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര മഴയും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളക്കെട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഒരു ഗുണമുണ്ട്. വെള്ളം അധിക സമയം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകും. അതായത് കടലിൽ ഇറക്കമാകുമ്പോൾ, വേലി ഇറക്കമാകുന്ന സമയത്ത് പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും. ഇത് നോക്കി, ഇപ്പോഴൊക്കെ ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വെള്ളം കുറഞ്ഞു. ഏറ്റമാവുന്ന സമയത്ത് നിറയും, ഇറക്കമാകുമ്പോൾ കംപ്ലീറ്റ് ഇറങ്ങിപ്പോവും, കടലിലേക്ക് ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ പറമ്പിലൊക്കെ കെട്ടി കിടക്കുന്ന വെള്ളം ഇപ്പോൾ റോഡിലൊക്കെ, സാധാരണ റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി കിടന്നിരുന്നു ഇന്നലെയൊക്കെ. പക്ഷെ അതൊക്കെ പറ്റിയിട്ടോ. കടലിപ്പോൾ ഇറക്കമാണ്, വേലിയിറക്കമാണിപ്പോൾ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പോയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കടലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഇറക്കമാണ്, വെള്ളമൊക്കെ നല്ല കുറവാണ്. പക്ഷെ കടലിൻ്റെ നിറവും ഒക്കെ ഭയങ്കരമായിട്ട് മാറി. മുമ്പത്തെ പോലെ നീലക്കടലിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് മാറി. നല്ല കലങ്ങിയ വെള്ളമാണ് കേട്ടോ. കണ്ടില്ലേ, തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഒരു തിരമാല വന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത തിര വരിക. ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അടുപ്പിച്ചടുപ്പിച്ച് തിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല കടലിൽ നിന്ന്, ഉൾക്കടലിൽ നിന്ന് തന്നെ, അതായത് ദൂരെ നിന്ന് തന്നെ തിര പൊട്ടി വരുന്നുണ്ട്. അത് മഴക്കാലത്ത് സാധാരണ പതിവുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കടലേറ്റം, കടലാക്രമണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം തുടങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കുഴിയായിട്ടോ. സാധാരണ ഇവിടെ നല്ലൊരു ഇത്രയധികം കുഴി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ നല്ല കയറ്റമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല കുഴിയിലാണ് കടൽ നിൽക്കുന്നത്. അതായത് അത്രയും മണൽ കടൽ കൊണ്ട് കയറ്റിയിരുന്നതാണ്. അതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എടുത്തെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ടൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ ഭാഗത്തൊക്കെ അങ്ങനെയല്ല. അവിടെയൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ മണ്ണിട്ടിട്ട് ഇങ്ങനെ എന്താണ് പറയുക, ഭയങ്കരമായിട്ട് കുത്തനെ ഉള്ളൊരു ഇറക്കമാണ്. ഇവിടെ ഹൈറ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. കണ്ടോ, ഇവിടെയൊക്കെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുള്ളതാണോ. ഇങ്ങനെ ഇടിച്ചു കൊണ്ടുപോയിരിക്കാം മണ്ണ്. ഇവിടെ വരെയും ഏകദേശം നല്ല ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ട്, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കടലാക്രമണത്തിൽ കംപ്ലീറ്റ്ലി മണ്ണെടുത്ത് കൊണ്ടുപോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെയൊക്കെ തിരിച്ച് മണ്ണിട്ട് മൂടി ഇങ്ങനെ ഉയരം ആക്കിയിട്ടുണ്ട് ഇവിടെ വരെ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിതി ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടെ ഒരു വീടുണ്ട്. ആ വീടും അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഭാഗങ്ങൾ, അതായത് വടക്ക് ഭാഗത്തേക്കുള്ള കുറേ ഭാഗങ്ങൾ, അഴിമുഖം വരെ ഇല്ല, അവിടെ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ട് വരെ ഏകദേശം ഉള്ള കുറേ സ്ഥലങ്ങൾ ഇതുപോലെ കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. അതായത് കടലും ഈ പറമ്പുകളും ഒക്കെ തമ്മിൽ ഒരേ ലെവലിലാണ്. അതായത് ശരിക്കും സമുദ്രനിരപ്പ് എന്ന് തന്നെ പറയാം, അതേ ലെവലിലാണ് കിടക്കുന്നത്. കടലിനേക്കാളും ലെവൽ കുറഞ്ഞിട്ടാണ് ഒരുപക്ഷെ ആ പറമ്പുകളൊക്കെ കിടക്കുന്ന ആയിട്ട് തോന്നണത് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല ഏറ്റമൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ വെള്ളം കയറാറുണ്ട് എപ്പോഴും. ഇതാ വെള്ളം ഒഴുകിയിട്ടുള്ള അടയാളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയാണ് ഏറ്റവും ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ തന്നെയാണ് എൻ്റെ വീട് വരുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നാൽ ഇപ്പോൾ കടൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം. മുമ്പ് അങ്ങനെ കാണാറില്ലായിരുന്നു. ഇതാണ് അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന വീട് കേട്ടോ. അത് പിന്നെയും
ഇപ്പം ആ വീടിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാൽ ഭയങ്കരമായിട്ട് ഹൈറ്റൊക്കെ കുറഞ്ഞു കണ്ടോ. എൻ്റെ അര വരെ ഉള്ളൂ ഇപ്പോൾ ഈ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ ഹൈറ്റ് കണ്ടോ. അതായത് ഇവിടെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. വീടിൻ്റെ ഏറ്റവും ടോപ്പ് എനിക്കിങ്ങനെ പിടിക്കാം. വീടിൻ്റെ സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അര വരെ കണ്ടോ. വീടിൻ്റെ വാതിലൊക്കെ നോക്കിയാൽ എൻ്റെ അര വരെ വീടുള്ളൂ സൺഷെയ്ഡുള്ളൂ. അതിൻ്റെയും താഴെയാണ് വീടിൻ്റെ വാതിൽ വരുന്നത് കണ്ടോ. എന്നിട്ട് വേണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം ഇന്നലെയൊക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു വെള്ളം ഏറ്റത്തിൻ്റെ സമയത്ത്. വൈകിട്ടാണ് ഏറ്റത്തിൻ്റെ സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിഭീകരമായിട്ട് വെള്ളം ഒഴുകുന്ന കാണാം. ഇപ്പോൾ വേലിയിറക്കമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശാന്തമായിട്ട് കടൽ കിടക്കുന്നതും ഇതുപോലെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കാണുന്നത് കേട്ടോ. അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ അവസ്ഥ. അവിടെ ഒരു വീടുണ്ട്, അവിടെയൊക്കെ അത് തന്നെ അവസ്ഥ. ഭയങ്കരമായിട്ട് കടൽ കയറുന്ന സ്ഥലങ്ങളാണ്. അതായത് ഹൈറ്റ് ഇല്ല, അവർ കടലിൻ്റെ ഹൈറ്റിൽ തന്നെ പറമ്പ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വെള്ളം നന്നായിട്ട് കയറും. ഇത്തവണ പിന്നെ ന്യൂനമർദ്ദം ഉണ്ടായെങ്കിലും കടലിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായെങ്കിലും അത് പെട്ടെന്ന് തന്നെ ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി പിന്നെ അതങ്ങ് ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നമില്ലാതിരുന്നത്. പക്ഷേ ന്യൂനമർദ്ദം വല്ല ചുഴലിക്കാറ്റായിട്ട് മാറുകയാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ. ഇപ്പോൾ കാലവർഷത്തിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. കാലവർഷത്തിൻ്റെ തുടക്കമെന്നും പറയാൻ പറ്റില്ല, കാലവർഷം എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്നത്. ഇന്നലെ പറഞ്ഞിരുന്ന 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തും എന്നാണ്. അവരുടെ കൺഫർമേഷൻ വന്നോന്നറിയില്ല കാലവർഷം വന്നതായിട്ട്. കാലവർഷം വന്നാലും വന്നില്ലെങ്കിലും എന്തായാലും നല്ല അടിപൊളി മഴയായിരുന്നു ഇന്നലെയൊക്കെ. ഇവിടെ കടൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു പുഴ എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു പുഴയൊന്നുമല്ല. ഒരു മുമ്പ് നല്ല വീതിയൊക്കെ ഉണ്ടായിരുന്ന പുഴയാണ്, പക്ഷേ ഇപ്പോൾ ചെറിയൊരു തോട് പോലെ ആയി മാറി. അപ്പോൾ അതാണ് അവിടെയുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കടലാക്രമണത്തിലൊക്കെ കംപ്ലീറ്റ് ഇവിടെ നിന്ന് വെള്ളം കുത്തി ഒഴുകി വന്ന് ചേർന്നിട്ട് ഇവിടുത്തെ മണ്ണും ഈ മണലെല്ലാം വന്ന് പുഴയിൽ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ പുഴയ്ക്ക് ആഴമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ മണലും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം അധികം സംഭരിക്കാനുള്ള ശേഷി ആ പുഴയ്ക്കില്ല. അല്ലെങ്കിൽ നമുക്ക് കടൽ കുറച്ച് കയറി വന്നാലും വെള്ളം കുറേ വന്നു കഴിഞ്ഞാലും അവിടെ കുറേ സംഭരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള നമുക്കൊക്കെ കുറച്ച് സേഫ്റ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതില്ല. കടൽ വരികയാണെങ്കിൽ നേരെ അങ്ങ് എടുത്ത് വരും നമ്മുടെ വീട്ടിലേക്കൊക്കെ. അന്ന് വെള്ളം കയറിയത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തൊക്കെ മുട്ടിനൊപ്പം വെള്ളമല്ലായിരുന്നു, കടൽ വെള്ളം കയറിയിട്ട് മുട്ടിനൊപ്പം അതിന് മുകളിലും വെള്ളമായിരുന്നു. അപ്പോൾ ഇനിയും കടൽ കയറി കഴിഞ്ഞാൽ ഇനി അതിനേക്കാൾ എളുപ്പമാണ് കടലിന് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കാലവർഷത്തിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് പേടിപ്പെടുത്തുന്ന ദിനങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും ഇതുപോലെ തന്നെ പേടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഞങ്ങൾ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ടല്ലോ, പേടിക്കണം, കടലിനെ പേടിക്കണം. പക്ഷേ ഞങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ പ്രശ്നമുള്ളത്. ചിലപ്പോൾ ഇവിടെ വരുന്ന പലരും ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഈ മഴ അങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ എത്ര സ്ഥലത്ത് വെള്ളം കയറി. ഈ തൃശ്ശൂർ തന്നെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളം കയറി ആകെ നാശമായി. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക്. പക്ഷേ നമ്മുടെ അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം മഴ പെയ്ത് വെള്ളം പൊങ്ങുന്ന ഒരു പ്രശ്നം നമ്മുടെ അവിടെ വരില്ല, കടപ്പുറത്ത് ഒരിക്കലും വരില്ല. കടൽ കയറിയാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ മഴവെള്ളം കയറുക, പ്രളയം ഉണ്ടാവുക. അന്ന് 2018 പ്രളയം ഉണ്ടായല്ലോ, അപ്പോൾ പോലും നമ്മുടെ അവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. മുറ്റത്തൊന്നും ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല 2018 പ്രളയത്തിൽ പോലും. പ്രളയമൊന്നും നമ്മളെ ബാധിച്ചിട്ടേ ഇല്ല. ബാധിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രളയം വന്നതോടുകൂടി കറണ്ട് കട്ടുണ്ടായി, അതുപോലെ ടെലിഫോൺ ബന്ധങ്ങൾ തകരാറിലായി. അത് കംപ്ലീറ്റ്ലി കേരളത്തിനെ മൊത്തം ബാധിച്ച പ്രശ്നമാണ്. അതല്ലാതെ വെള്ളം കയറുന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല 2018 പ്രളയത്തിൽ പോലും. പക്ഷേ കടൽ കയറുമ്പോൾ നമുക്ക് പേടിക്കണം. കടൽ കയറുമ്പോൾ വെള്ളം കയറും. ചിലപ്പോൾ ഇതുപോലെ ഈ ഒരു അവസ്ഥ കണ്ടില്ല, ആ ഒരു വീടിൻ്റെ അവസ്ഥ. കടലിങ്ങനെ കയറി വന്ന് ഓരോ വീടുകളായിട്ട് ചിലപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉരുൾപൊട്ടൽ, അതുപോലെ പ്രളയം, അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഞങ്ങൾ സേഫാണ്. പിന്നെ കടലിനെ അത്രയ്ക്ക് അങ്ങ് പേടിച്ചിട്ടൊന്നുമല്ല ഇവിടുത്തെ ആളുകൾ കഴിയുന്നത്. കടലിനെ പേടിയൊക്കെ ഉണ്ട്, കടലിനെ പേടിക്കണം. പക്ഷെ കടൽ നമുക്ക്
നല്ലതും തരുന്നുണ്ടല്ലോ. ഇവിടെ ഒരുപാട് ആളുകൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു സമയത്ത് കടൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് തരുമെങ്കിലും മറ്റൊരു സമയത്ത് നമുക്ക് ഒരുപാട് നന്മകളും തരും. അപ്പോൾ അങ്ങനെയാണ് കടൽ. എന്തായാലും ഇത്തവണ കടൽ കയറിയിട്ടില്ല, കയറാതിരിക്കട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ശരി, നിർത്തട്ടെ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിരുന്നു കടലിൻ്റെ അവസ്ഥ എന്താണ് ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു. കാരണം മഴക്കാലം ആകുമ്പോഴാണ് എല്ലാവരും വന്നിങ്ങനെ ചോദിക്കുക. കാരണം അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് അറിയിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ശരി, ബൈ.